എന്തിന് സങ്കടപ്പെടണം? നമ്മൾ എന്തിന് സങ്കടപ്പെടണം? നമ്മൾ നേരിടുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു തന്റെ ദാസന്മാരോട് പറഞ്ഞ വാക്കില്ല, തഖ്നതു, നിങ്ങൾ നിരാശരാകരുത്. അള്ളാഹു ദാസന്മാരോട് പറയുന്നു, നിങ്ങൾ നിരാശരാകരുത്. യാക്കോബ് നബി തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞില്ല, തൈഅസു, നിങ്ങൾ നിരാശപ്പെടരുത്. യാക്കോബ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യൂസുഫ് നബി തന്റെ സഹോദരൻ ബിന്യാമീനോട് പറഞ്ഞത്, ലാ തബ്തഇസ്, നീ ഒരിക്കലും നിരാശപ്പെടരുത്. ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവായ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, ലാ തഖഫ്, നീ ഭയപ്പെടരുത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട പ്രവാചകന്റെ അനുയായിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഒരിക്കലും ലാ തഹ്സൻ, അങ്ങ് വേദനിക്കരുത് എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് വേദനിക്കരുതെന്നും, അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ട അനുജൻ, പ്രിയപ്പെട്ട മകൻ യൂസുഫ് നബിയോട്, തന്റെ മക്കളോട് നിങ്ങൾ നിരാശപ്പെടരുത് എന്നും, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം സഹോദരനോട് നിരാശപ്പെടരുത് എന്നും, മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവായി വരുന്ന മൂസ നബിയോട് ഒരിക്കലും പേടിക്കരുതെന്നും അള്ളാഹു തന്റെ ദാസന്മാരോട് നിങ്ങൾ നിരാശരാകരുതും എന്നും അള്ളാഹുവിന്റെ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ക്ലേശങ്ങൾ വരുമ്പോ എന്തിന് സങ്കടപ്പെടണം? പ്രയാസങ്ങൾ വരുമ്പോ നമ്മൾ എന്തിന് സങ്കടപ്പെടണം? നമ്മൾ എന്തിന് ഭയപ്പെടണം? എന്തിനാണ് ഞാനും നിങ്ങളും വല്ലാതെ സങ്കടത്തിന്റെ പാരമ്യതയിലെത്തിയിട്ട് ടെൻഷൻ അടിച്ച് വിഷമിച്ച് സങ്കീർണമായ നൂറ് നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നട്ടം തിരിയുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്ന ചില സൂചനകളുണ്ട്. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന മിക്ക കാര്യങ്ങളെയും അല്ലാഹു തആല അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ് തന്റെ ദാസന്മാരോട് പറഞ്ഞത്, ലാ തഖ്നതു, നിങ്ങൾ നിരാശപ്പെടരുത്. ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരാ നമ്മൾ. അറിഞ്ഞും അറിയാതെയും നിരവധി പാപങ്ങൾ ചെയ്തു പോയവരാണ് നമ്മൾ. എണ്ണമറ്റ പാപങ്ങൾ, കടലിന്റെ നുരയേക്കാൾ, സമുദ്രത്തിന്റെ തിരമാലകൾ അടിച്ചു വീശുമ്പോൾ ആ കരയിലൂടെ തിരമാലകൾ അടിച്ചു വീശുന്ന സമയത്ത് പതഞ്ഞു പൊന്തുന്ന ഓരോ നുരയേക്കാൾ പാപങ്ങൾ ചെയ്തു പോയവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു, ഏറ്റവും വലിയ പാപികളോട് അള്ളാഹ് പറയുന്നത്, ലാ തഖ്നതു, നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇതെപ്പോഴാ അള്ളാഹു പറഞ്ഞത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ സൂറത്തു സുമറിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിക്കുകയാണ്. ആരെയാണ് വിളിക്കുന്നത്? കൂമ്പാരമായി പാപങ്ങൾ ചെയ്ത മനുഷ്യനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്. ഒരുപാട് തിന്മകൾ ചെയ്തു പോയ മനുഷ്യനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാ, പാപത്തിന് അതിരുകളില്ലാതെ, പാപത്തിന് പരിധികളില്ലാതെ, പാപങ്ങളുടെ രഥത്തിലേറിയിട്ട് ജീവിച്ചു പോകുന്ന മനുഷ്യനോടല്ല പറയുകയാണ്, ഖുൽ യാ ഇബാദീ, നബിയെ അങ്ങ് പറയുക, ജനങ്ങളോടങ്ങ് പറയുക. എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞു തരുന്നത് പോലെ അങ്ങ് പറയണേ റസൂലേ. യാ ഇബാദി, എന്റെ ദാസന്മാരെ, എന്റെ പ്രിയപ്പെട്ട ദാസന്മാരെ. ഏത് വാക്കാണ് അല്ലാഹു വിളിച്ചതെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതെന്നറിയോ? പ്രവാചകന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നാമമേതെന്നറിയോ? അല്ലാഹു തന്നെ വിളിക്കുന്ന പേരുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് മുഹമ്മദ് എന്നല്ല. അല്ലാഹു വിളിക്കുമ്പോൾ ഹബീബായ പ്രവാചകന് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് അഹ്മദ് എന്ന് വിളിക്കുമ്പോഴല്ല, മുസമ്മിലെന്നും മുദ്ദസ്സിറെന്നും ത്വാസീനെന്നും വിളിക്കുമ്പോഴല്ല, യാസീനെന്ന് വിളിക്കുമ്പോഴല്ല, അല്ലയോ പ്രവാചകരെ, അല്ലയോ നബിയെ എന്ന് വിളിക്കുമ്പോഴല്ല. അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാക്കേതെന്നറിയോ? ലോകത്ത് അല്ലാഹു പ്രവാചകന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനങ്ങൾ രണ്ടാ. ഇന്ന് വരെ ഒരാൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത, ആർക്കും ഇന്ന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത രണ്ട് വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു പ്രവാചകന് സമ്മാനിച്ചു. ഏതെന്നറിയോ? ഒന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ. ആ ഖുർആനെ അല്ലാഹു നബി തങ്ങൾ
നബിതങ്ങൾക്ക് കൊടുത്തപ്പോ അള്ളാഹു എന്താണ് ഖുർആനിലൂടെ അതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്നറിയോ? അള്ളാന്റെ ഹബീബിന് പിന്നെ കൊടുത്ത വലിയ സമ്മാനമേതാ? ഇന്ന് ജൂത പരിശകൾ അമ്മാനമാടുന്ന, ഇന്ന് ജൂത പിശാചുകൾ കയ്യേറിയിട്ട് മുസ്ലിമിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ, ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നേരെ ആകാശവാതിലുകൾ കീറിയിട്ട് അള്ളാന്റെ സുഖലോലുപ സ്വർഗത്തിലേക്ക് പോയ മിഅ്റാജ് ഉണ്ടല്ലോ, അവിടം വരെ പരിശുദ്ധമായ ഹറമിൽ നിന്ന് യാത്ര ചെയ്ത ഇസ്രാ ഉണ്ടല്ലോ, ആ നിശാ പ്രയാണവും വാനാരോഹണവും അല്ലാഹുവിന്റെ ഹബീബിന് കൊടുക്കുമ്പോൾ അത് സൂറത്തുൽ ഇസ്രായിലൂടെ അള്ളാഹു പറയുന്നത് ഏത് വാക്ക് കൊണ്ടെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബിന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഖുർആനും ഇസ്രാവുമാണെങ്കിൽ അതേ രണ്ട് സമ്മാനങ്ങളെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ കൊണ്ടാ പറയുക. കാരണം ഏറ്റവും വലിയ സമ്മാനം കിട്ടുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് കൊണ്ടല്ലേ വിളിക്കുക. അള്ളാഹു ഖുർആന്റെ വിഷയത്തിൽ ഖുർആനിൽ പറഞ്ഞതെന്തെന്നറിയോ? സൂറത്തുൽ കഹ്ഫ് നമ്മൾ വെള്ളിയാഴ്ച ഓതാറുണ്ടല്ലോ. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ആരാണ് വിശുദ്ധമായ ഖുർആൻ നബിതങ്ങൾക്ക് കൊടുത്തതെന്നറിയോ? അത് അള്ളാഹുവാണ്. അവനാണ് സർവസ്തുതികളും എന്ന് അള്ളാഹു തന്നെ പറയുകയാ. ആർക്കാണ് ഖുർആൻ കൊടുത്തത്? എന്റെ മുഹമ്മദിനെന്നല്ല പറഞ്ഞത്, എന്റെ അഹമ്മദിനെന്നല്ല പറഞ്ഞത്, എന്റെ യാസീനെന്നല്ല പറഞ്ഞത്, എന്റെ ത്വാസീനെന്നല്ല പറഞ്ഞത്, എന്റെ നബിക്കെന്നല്ല പറഞ്ഞത്, എന്റെ റസൂലിനെന്നല്ല പറഞ്ഞത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കേതാ? അത് തന്നെയാണ് മുസ്തഫായ നബിതങ്ങൾക്കും ഇഷ്ടപ്പെട്ടത്. അതേ വാക്ക് തന്നെയാണ് അള്ളാഹു ഏറ്റവും വലിയ സമ്മാനമാകുന്ന ഖുർആൻ കൊടുത്തപ്പോൾ പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, അലാ അബ്ദിഹി, തന്റെ ദാസന് ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹുവാണ് സർവസ്തുതിയപ്രേ. ഇനി നിങ്ങൾ നോക്ക്, ഇസ്രായിന്റെയും മേറാജിന്റെയും കഥ പറയുന്ന ഖുർആൻ, ഇസ്രാ എന്ന അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. അല്ലാഹു പരിശുദ്ധനാണ്, അല്ലാഹു സുബ്ഹാനാണ്, പരിശുദ്ധനാണ്. അവന്റെ പരിശുദ്ധിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഖുർആൻ പറയുകയാ. എങ്ങനത്തെ പടച്ചവനെന്നറിയോ? അസ്റാ ബിഅബ്ദിഹി, അസ്റാ ബി മുഹമ്മദിഹി എന്നല്ല, അസ്റാ ബി ഹബീബിഹി എന്നല്ല, അസ്റാ ബി നബിയിഹി എന്നല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പറഞ്ഞ വാക്കെന്താ? അസ്റാ ബി അബ്ദിഹി, തന്റെ ദാസനായ മുഹമ്മദിനെയും കൊണ്ട് മസ്ജിദുൽ ഹറമിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് നിശാ പ്രയാണം നടത്തിയവന് എത്ര പരിശുദ്ധനാ. എന്റെ തേവലക്കരയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള, വഅള് കേൾക്കാൻ വരുന്നത് വഅള് കേൾക്കാനാണ്, കറങ്ങി നടക്കാനല്ല. ഞാൻ അള്ളാന്റെ ദീനിന്റെ മജ്ലിസിൽ വന്നിരിക്കാൻ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി വന്നതാണ്. ആ ഒരു ചിന്തയോടെ കടന്നു വന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു, വിളിച്ചു പറയൂ നബിയേ. ആരെയാ വിളിക്കേണ്ടത്? കള്ളുകുടിയനെ, പെണ്ണ് പിടിയനെ, പലിശക്കാരനെ, മദ്യപാനിയെ, ഏവനെയും നിങ്ങൾ വിളിക്കൂ നബിയേ. ഇവിടെ പാപത്തിന്റെ പാപമംഗിലമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ വിളിക്കൂ നബിയേ. എന്താ വിളിക്കേണ്ടത്? ഖുർആൻ കൊടുത്തപ്പോൾ റസൂലുള്ളാഹിനെ വിളിച്ച വാക്കുകൊണ്ടാ, ഇസ്റാ കൊടുത്തപ്പോൾ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തിയ വാക്കുകൊണ്ടാ. ആ വാക്കേതാണ്? അള്ളാന്റെ ഖുർആൻ തന്നെ പറയുന്നു, സൂറത്തു സുമർ, യാ ഇബാദി. അല്ലാഹു എത്ര സ്നേഹമുള്ളവനാ, അല്ലാഹു എത്ര കരുണയുള്ളവനാ, അല്ലാഹു എത്ര അലിവുള്ളവനാണ്, ദയയുള്ളവനാണ്. നമ്മളെ ചേർത്ത് വിളിച്ച പേര് കേൾക്കണേ, യാ ഇബാദി, യാ ഇബാദി.
അബ്ദി, എന്റെ ദാസനെ, എന്റെ ദാസനെ, എന്റെ ദാസനെ. ഇതേ പേരല്ലേ തേവലക്കരക്കാരാ അള്ളാന്റെ ഹബീബിന് ഖുർആൻ കൊടുത്തപ്പോ പറഞ്ഞത്? ഇതേ വാക്കല്ലേ നിബിതങ്ങൾക്ക് ഇസ്റാ കൊടുത്തപ്പോ പറഞ്ഞത്? എന്നിട്ട് അല്ലാഹു വിളിക്കുന്നു, യാ ഇബാദി, എന്റെ ദാസന്മാരെ. എങ്ങനെയുള്ള ദാസന്മാരാണ്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ശരീരങ്ങളോട് തിന്മ ചെയ്തു പോയ, തെമ്മാടിത്തരം കാണിച്ച, ആഭാസത്തരം കാണിച്ച, തോന്നിയാസം കാണിച്ച, ധിക്കാരങ്ങൾ കാണിച്ച മനുഷ്യ, അല്ലാഹുവിന്റെ ഹബീബേ അവരെ വിളിച്ചിട്ട് പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാന്റെ കരുണയിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടല്ലേ, അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടല്ലേ. എന്തുകൊണ്ടെന്നറിയോ? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, അല്ലാഹു സർവ്വ പാപങ്ങളും പൊറുക്കുന്നവനാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കും, നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ ഒന്നാമതായി നമ്മൾ ക്ലേശത്തിൽ പടയ്ക്കപ്പെട്ടവരാണ്, നമ്മൾ പ്രയാസപ്പെടേണ്ടവരാണ് എന്ന് ഖുർആൻ സത്യം ചെയ്ത്, പിതാവിനെയും മകനെയും കൊണ്ട് സത്യം ചെയ്തിട്ട് അല്ല പറഞ്ഞത്, പിതൃ മക്കൾ തമ്മിലുള്ള അഗാധമായ ഗാഠമായ ബന്ധം പോലെ മനുഷ്യൻ ക്ലേശങ്ങളുടെ കൂടെ പറപ്പാണ്. എന്നിട്ട് അല്ല പറയുന്നു, എന്നാലും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ നിരാശപ്പെടണ്ട. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആദ്യം സൂറത്തു സുമറിലൂടെ ഇത് പറയുന്നത് തിന്മ ചെയ്ത മനുഷ്യരോടാണ്. തെറ്റ് ചെയ്തിട്ട് കള്ളുകുടിയനായി, നമ്മളൊക്കെ നാടുകളിലെ കള്ളുകുടിയന്മാർ പെരുകുന്നത് എന്തുകൊണ്ടെന്നറിയോ? അവരെ സമൂഹത്തിൽ അകറ്റി നിർത്തുന്നത് കൊണ്ടാണ്. ചേർത്ത് നിർത്തിയിട്ട് ഏതുപോലെ നമുക്ക് കഴിയോ? അല്ല വിളിച്ച പേരെന്താ? കള്ളുകുടിയനെ യാ ഇബാദി. നമ്മളാണെങ്കിലോ പോടാ നിന്റെ ജോലി നോക്കി എന്നാണ് വിളിക്കുന്നത്. അവനെ കല്യാണത്തിന് പങ്കെടുപ്പിക്കൂല, അവനൊരു പരിപാടിയിൽ പങ്കെടുപ്പിക്കൂല. കാരണം എന്താ? കള്ളുകുടിയനായി. അവൻ പിന്നെ സമൂഹത്തിൽ കുടിയോടുകൂടി തന്നെ ഉണ്ടാവുക. പക്ഷെ ഒന്ന് അടുപ്പിച്ച് നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ, ഏതുപോലെ നമ്മൾ അടുപ്പിക്കുന്നത് അല്ല അടുപ്പിച്ചത് കൊണ്ടല്ലേ അല്ല വിളിച്ചത് യാ ഇബാദി, എന്റെ ദാസന്മാരെ. അങ്ങനെ അടുപ്പിച്ച് നിർത്തിയാൽ ആ മനുഷ്യർ പിന്നെ തെറ്റ് ചെയ്യുമോ? നിരാശപ്പെടേണ്ട ഒരിക്കലും. നമ്മുടെ ജീവിതത്തിന്റെ ഗതകാല പാപങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ. പക്ഷെ നമുക്കങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടാവണം. ഇമാം മുസ്നി റഹിമഹുല്ല ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വേണ്ടി പോയി. എപ്പോഴാ? ഷാഫി റഹിമഹുല്ല സക്കറാത്തിന്റെ ഹാലിലാണ്. ഷാഫി റളിയല്ലാഹു തആല ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോൾ ഇമാം മുസ്നി കാണാൻ വേണ്ടി പോവാൻ. ആ സമയത്ത് മുസ്നി ഇമാം ചെന്നിട്ട് അടുത്തിരുന്നിട്ട് ചോദിച്ചു ഷാഫി ഇമാമിനോട്, എങ്ങനെയുണ്ട് ഹാലുകൾ, എങ്ങനെയുണ്ട് അഖ്ബാർ എന്ന് പറഞ്ഞു തരണം. ആ സമയത്ത് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ശ്രദ്ധിച്ച് കേട്ടോ, മരിക്കുന്ന സമയത്തെങ്കിലും ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. ഷാഫി റളിയല്ലാഹു അൻഹു ആരായിരുന്നു? മദ്ഹബിന്റെ ഇമാമല്ലേ? സഹോദരങ്ങളെ, ലക്ഷക്കണക്കായ ഹദീസുകളും മനപ്പാഠം ചെയ്ത മുഹദ്ദിസായ ഫഖീഹായ മഹാനായ ഇമാമുനാ ഷാഫി റഹിമഹുല്ലാഹ്. സഹോദരങ്ങളെ, ഇമാം മാലിക്കിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ്. മഹാനായ ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ നേരത്ത് ഇമാം മുസ്നി റഹിമഹുല്ലയോട് പറഞ്ഞതെന്തെന്നറിയോ? എങ്ങനെയുണ്ട്? ഷാഫി ഇമാമിനോട് ചോദിക്കുകയാണ്, സുഖമുണ്ടോ, അസുഖം എങ്ങനെയാണ്? ആ സമയത്ത് ഇമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്ബഹതു മിനദ് ദുനിയാ റാഹിലാ, അസ്ബഹതു മിനദ് ദുനിയാ റാഹിലാ. ഈ ദുനിയാവിൽ നിന്ന് ഞാൻ യാത്ര ചെയ്യാൻ ആരംഭിക്കുകയാ. വലി ഇഖ്വാനി മുഫാരിഖാ, എന്റെ കൂട്ടുകാരോട് വിട പറഞ്ഞിട്ട്, എന്റെ സുഹൃത്തുക്കളിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. ഒലി സയ്യി അമലി മുലാഖിയാ, എന്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളെയൊക്കെ ഞാൻ കാണാൻ പോവുകയാ. ഇതാരാണ് പറയുന്നത്? കള്ളു കുടിച്ച് നടന്ന ഒരാളിന്റെ കഥയല്ല സഹോദരങ്ങളെ. സൂഫി ചക്രവാളത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരായി അറിയപ്പെടുന്ന, അല്ലാഹുവിന്റെ ദീനിന്റെ അകക്കാമ്പ് തൊട്ടെറിഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചു പോയ അഇമ്മത്തുൽ അർബയുടെ പ്രധാനപ്പെട്ട പണ്ഡിതനായ ഇമാമായ ശാഫിഈ തങ്ങൾ പറയുകയാണ്, വലി സയ്യി അമലി മുലാഖിയാ,
എന്റെ ദുഷ്പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് ഞാൻ കാണാൻ പോവുകയാ. ഒലികസിൽ മനിയത്തി ശരിബാ, ഇതാ ഞാൻ മരണമെന്ന് പറയുന്ന പാനപാത്രം അത് കുടിക്കാൻ പോവുകയാ. അത് ഞാൻ ആസ്വദിക്കാൻ പോവുകയാ. മരണത്തിന്റെ പാത്രത്തിൽ നിന്ന് ഞാൻ കുടിക്കാൻ പോവുകയാ. വഅലാ റബ്ബി വാരിദാ, എന്റെ പടച്ചവന്റെ അടുക്കലേക്ക് ഞാൻ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാ. ഇത് പറഞ്ഞിട്ട് ഇമാം മുസ്ലിം റഹിമഹുള്ളയുടെ മുന്നിൽ വെച്ച് ഇമാം ശാഫി തങ്ങൾ ഒരു കവിത ചൊല്ലുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത കടന്നു വന്നാൽ എത്ര വലിയ പാപം ചെയ്യുന്നവനാണെങ്കിലും അല്ലാഹുവിന് പുറത്തു കൊടുക്കും, സംശയമില്ല. ഇമാമുനാ ശാഫി റഹിമഹുള്ള പറഞ്ഞതും തന്നറിയോ, വലമ്മാ ഖസാ ഖൽബി വലാഖത് മദാഹിബി ജഅൽതു റജാ മിന്നി ലിഅഫ്വിക സുല്ലമാ. ഇമാമുനാ ശാഫി റഹിമഹുള്ള പറയുകയാണ്, വലമ്മാ ഖസാ ഖൽബി വലാഖത് മദാഹിബി ജഅൽതു റജാ മിന്നി ലിഅഫ്വിക സുല്ലമാ. ഷാഫി ഇമാമിന്റെ വാക്കത്ര അർത്ഥവത്താണ്. ഷാഫി ഇമാം പറയുന്നു, വലമ്മാ ഖസാ ഖൽബി, എന്റെ ഹൃദയം ഉറച്ചു പോയപ്പോ, എന്റെ ഹൃദയം കഠിനമായി പോയപ്പോ, എന്റെ ഹൃദയത്തിന് യാതൊരു മയവുമില്ലാതായി പോയപ്പോൾ, വലാഖത് മദാഹിബി, എന്റെ വഴികളെല്ലാം കുടുസായി പോയി. എന്റെ ജീവിതത്തിന്റെ പാതയം നഷ്ടപ്പെട്ടവനായി പാതയോരത്ത് ഞാൻ നിൽക്കുമ്പോ, ജഅൽതു റജാ മിന്നി ലിഅഫ്വിക സുല്ലമാ, പടച്ചവനെ നിന്റെ അഫുവിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രതീക്ഷയുടെ ഏണി അങ്ങ് വെക്കുകയാ. നിന്റെ അഫുവിലേക്ക് ഞാൻ പ്രതീക്ഷയുടെ ഏണി വെക്കുകയാ. തആലാ മനി ദംബി ഫലമ്മാ ഖറൻതുഹു ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅ്ലമാ. പടച്ചവനെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാ. പക്ഷേ ആ തിന്മകളെ മുഴുവനും നിന്റെ അഫുവിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവച്ചപ്പോ അല്ലാഹുവേ, എന്റെ കൂമ്പാരമായിട്ടുള്ള പാപത്തിന്റെ കണക്കുകളല്ല, അതിന്റെ ഭാണ്ഡക്കെട്ടുകളല്ല, ഞാൻ കൊണ്ടുവന്ന് നിന്റെ അഫുവിന്റെ മുന്നിലേക്ക് വെച്ചൊന്ന് കമ്പയർ ചെയ്തപ്പോൾ, ഒന്ന് തുലനം ചെയ്തപ്പോൾ, ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅ്ലമാ, എത്ര വലിയ പാപം ചെയ്തവനായിരുന്നാൽ പോലും എന്റെ പാപത്തെക്കാൾ നിന്റെ അഫ്വ് മുകളിലാ. അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ അഫ്വിലേക്ക് ഞാനിതാ കോണിപ്പടി വെച്ചിരിക്കുകയാ. എന്റെ പാപത്തിൽ നിന്ന് എന്റെ ഹൃദയം ഉറച്ചു പോയപ്പോ, എന്റെ എല്ലാ പാതകളും കുടുസായി പോയപ്പോൾ, നിന്നിലേക്ക് ഞാനിതാ അഫ്വിലേക്ക് ഏണി വെച്ച് ചാരിയിട്ട് കയറുകയാ. എന്റെ പാപങ്ങളെല്ലാം നിന്റെ അഫ്വിന്റെ മുമ്പിൽ വളരെ ചെറുതാണെന്ന് മനസ്സിലായി. വമാസിൽ തുദാഅഫുവിനെ അനി ദംബി ലം തസൽ തജൂദു വതഅഫു മിന്നതൻ വതകറുമാ. പടച്ചവനെ, നീ ഇങ്ങനെ അഫ്വ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, നീ ഇങ്ങനെ മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ഈ മാപ്പ് ചോദിക്കാൻ ഒരു മടിയുമില്ല തമ്പുരാനെ.